എന്താ മോൾക്ക് വിഷമം? പരീക്ഷയില് മാർക്ക് കുറഞ്ഞോണ്ടാണോ? എന്താ കാര്യം? ഒന്നും പറയണ്ട ടീച്ചറെ. മാളൂന് പരീക്ഷയിൽ മാർക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആഹാ, നല്ല കാര്യം. വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ 100% വിജയം. എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട്. 100% വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ, പാഞ്ഞാൾ ആൻഡ് ചെറുതുരുത്തി. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും NVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിച്ച മാസ് കെയർ ചികിത്സാ പദ്ധതി പുലാക്കോട് സർവീസ് സഹകരണ ബാങ്കിലൂടെ നടപ്പിലാക്കുന്നു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും NVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിച്ച മാസ് കെയർ ചികിത്സാ പദ്ധതി പുലാക്കോട് സർവീസ് സഹകരണ ബാങ്കിലൂടെ നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ജൂൺ 28 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ബാങ്ക് അങ്കണത്തിൽ വെച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ഉദ്ഘാടനം ചെയ്യും. ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ ബാങ്കിന്റെ പ്രവർത്തന മേഖലയിലും മറ്റു മേഖലകളിലുമുള്ള ജനങ്ങൾക്ക് ഇക്കാര്യത്തിലുണ്ടാവുന്ന ചികിത്സാ ചെലവ് പൂർണ്ണമായി ഒഴിവാക്കുക, അവർക്ക് ഉന്നത നിലവാരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കി അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഉദ്ദേശത്തോടെയാണ് ബാങ്ക് ഈ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. 15,000 ഒറ്റത്തവണ നൽകി 70 വയസ്സ് വരെ 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി. നിലവിൽ ക്യാൻസർ ബാധിത അല്ലാത്തവർക്കും 60 വയസ്സ് പൂർത്തിയാക്കാത്തവർക്കും പദ്ധതിയിൽ അംഗമാകാം. ചികിത്സയ്ക്ക് വിധേയരായവർക്കും അല്ലാത്തവർക്കും നിക്ഷേപ സംഖ്യ മടക്കി കിട്ടും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. നിക്ഷേപ തുക 1 വർഷത്തിനു ശേഷം ഏത് സമയത്തും പിൻവലിക്കാം. ജൂൺ 28 മുതൽ നിക്ഷേപ സംഖ്യ നൽകി ഈ പദ്ധതിയിൽ അംഗത്വം സ്വീകരിക്കാവുന്നതാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ, ഡയറക്ടർമാരായ ജോസഫ് KJ, ജനാർദ്ദനൻ, ഓമന രാജു, സെക്രട്ടറി ഇൻചാർജ് ജേക്കബ് ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ ബാങ്കിൽ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും അതുപോലെ തന്നെ MVR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാസ് കെയർ ക്യാൻസർ പോളിസി പദ്ധതി പുലാക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ ആ പോളിസിയുടെ പദ്ധതി ഈ 28-ാം തീയതി ആരംഭിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 28-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് നമ്മുടെ ബാങ്ക് അങ്കണത്തിൽ വെച്ച് നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്ന SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നമ്മൾ അനുമോദിക്കുകയും ചെയ്യുകയാണ്. ഈ പരിപാടി നമ്മൾ ഇവിടെ ആസൂത്രണം ചെയ്യുവാനായിട്ടുള്ള സാധ്യത കഴിഞ്ഞ ഏതാനും ഭരണസമിതി യോഗങ്ങളിൽ എടുത്ത തീരുമാനപ്രകാരം MVR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭാരവാഹികളുമൊക്കെയായി നമ്മൾ സംയുക്തമായിട്ട് ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയും ആ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടാത്തതുമായ ഏത് മേഖലകളിലും എവിടെയുള്ളവർക്കും ഈ പോളിസിയിൽ ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പ്രധാനമായിട്ടും ഇത് നമ്മൾ കൊണ്ടുവരുവാനുള്ള കാരണം, ഒന്ന്, ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരികയാണ് നാട്ടിലൊക്കെ. അതോടൊപ്പം ക്യാൻസർ ചികിത്സയ്ക്ക് വരുന്ന ഭീമമായ ചെലവ് അത് താങ്ങാവുന്നതിനപ്പുറമാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാൻസർ നിർണയം കഴിഞ്ഞാൽ അതിൻ്റെ അനുബന്ധമായി വരുന്ന ചികിത്സയ്ക്ക് ചിലവാക്കേണ്ടി വരുന്ന തുക ഭീമമായൊരു തുകയാണ്. നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ഭീമമായ തുക കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസകരമായൊരു സാഹചര്യത്തിലാണ്. കാരണം കൃഷിയെ ഡിപ്പെൻഡ് ചെയ്ത മേഖലകളാണ് ഭൂരിഭാഗവും നമ്മുടെ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്നത്. ഇപ്പോൾ ബാങ്കിലെ വരുന്ന ഗുണഭോക്താക്കളെ സഹായിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ കുടുംബക്കാർ, സഹപ്രവർത്തകർ, നാട്ടിലെവിടെ കഴിയുന്നവർക്കും ഇതൊരു സഹായകരമായ പദ്ധതിയായി ആവിഷ്കരിച്ച് അവരുടെ ചികിത്സാ ചെലവിന് ഒരു കൈസഹായം എന്ന നിലയ്ക്ക് ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ ബാങ്കിൽ ഇത് ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 15,000 രൂപ 60 വയസ്സ് വരെയുള്ള 60 വയസ്സ് പൂർത്തീകരിക്കുന്നവരെയുള്ള വ്യക്തികൾ 15,000 രൂപ ഒരാൾക്ക് ഈ പോളിസിയിൽ നിക്ഷേപിച്ചാൽ 1 വർഷത്തിന് ശേഷം പോളിസിയുടെ ജോയിൻ ചെയ്ത് 1 വർഷത്തിന് ശേഷം ഇത് നമുക്ക് ചികിത്സയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്താം. 70 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഈ പോളിസി പ്രകാരം 5 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ കവറേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാമിലി പ്ലാനായിട്ട് എടുക്കാം,
അതുപോലെ തന്നെ മറ്റു വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ഒരു സഹായമായിട്ട് അവർക്ക് വേണ്ടി 15,000 രൂപ നമുക്ക് നിക്ഷേപിച്ച് അവരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. ഈ ചികിത്സ ലഭിച്ചാൽ, ഒരു വർഷം ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞ് ചികിത്സ ലഭിച്ചാൽ 5 ലക്ഷം രൂപയുടെ കവറേജ് ഒരാൾക്ക് ലഭിച്ചു എന്ന് വെച്ചാലും അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ കവറേജ് ലഭിച്ചതിന് ശേഷം ഈ പദ്ധതിയിൽ നിന്നും വിരാമമിടാം. അതായത് പദ്ധതി നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ 15,000 രൂപ നിക്ഷേപിച്ച തുക തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു ഫാമിലി പ്ലാനായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 15,000 രൂപ മുടക്കി ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപയുടെ കവറേജ് കൊടുക്കുമ്പോൾ ഒരു വീട്ടിലെ 4 പേര് ആ 15,000 രൂപ എന്നുള്ള തുക 4 പേരുടെ പേരിൽ അടച്ച് 60,000 രൂപ അടച്ചെങ്കിൽ ഒരാൾക്കാണ് ക്യാൻസർ സ്ഥിരീകരിക്കപ്പെടുന്നതെങ്കിൽ അവരുടെ ബാക്കി 3 പേരുടെയും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ കവറേജ് ആക്കാം. ആ ഒരു പോളിസിയിൽ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് അതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. പോളിസിയിൽ ജോയിൻ ചെയ്ത് ചികിത്സ കിട്ടിയ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് ഒഴിവായാൽ അവർ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു പൈസ പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ അവർക്ക് ചികിത്സ കിട്ടും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ലോകോത്തര നിലവാരമുള്ള ഒരു റിസർച്ച് സെൻ്ററും കൂടിയാണ് കാലിക്കറ്റ് MVR ക്യാൻസർ ചികിത്സാ കേന്ദ്രം. നമ്മൾ അവിടെ പോയി അതിൻ്റെ ഇപ്പോഴത്തെ എല്ലാ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി തന്നു. നമുക്കത് വളരെ ഭംഗിയായിട്ട് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള അവരുടെ നല്ല നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ അത് വലിയ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാക്കി നമുക്ക് നടപ്പിലാക്കി കൊടുക്കുവാൻ സാധിക്കും. അത് സാധിച്ചാൽ തന്നെ ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ഒരു ഉപകാരമായിരിക്കും. വലിയൊരു പുണ്യപ്രവൃത്തി എന്ന നിലയ്ക്കും കൂടിയാണ് നമ്മൾ ബാങ്ക് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഭാവി തലമുറയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ഈ അവസരത്തിൽ നമ്മൾ അനുമോദിക്കുന്നു. അവർക്ക് ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അവരുടെ രക്ഷിതാക്കൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ അവരുടെ കുടുംബങ്ങൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാക്കി ഇത് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. പ്രാദേശികമായിട്ട് നമ്മൾ ഈ മേഖലയിൽ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിൽ ഉൾക്കൊള്ളുന്നവരെ മാത്രം ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യമല്ല, വിപുലമായ ഒരു സംവിധാനത്തോടുകൂടി നമ്മളുമായി ബന്ധപ്പെടുന്ന ഇതുമായി സഹകരിക്കുന്ന ആർക്കും ഈ പോളിസി പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലുള്ള സൗകര്യം MVR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സഹകരിച്ച് നമ്മൾ ചെയ്യുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നതിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ബാങ്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അതെല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.